ഒരു ദുശ്ശീലമുണ്ടെന്ന് വിചാരിക്കാം, മിനിമം ഒരു സിസർ വലി, ഒരു സ്മോക്കിംഗ്, നല്ല ഗുണമുള്ള കാര്യമൊന്നുമല്ല, ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷെ മഹാന്മാർ പറയും, നാളെ അള്ളാഹു നന്മയും തിന്മയും വേർതിരിക്കുമ്പോ ഈ വലി നന്മന്റെ കൂട്ടത്തിൽ വന്നു നിൽക്കുവോ തിന്മന്റെ കൂട്ടത്തിൽ വന്നു നിൽക്കുവോ അത് ആലോചിച്ചാൽ മതി. നിസ്കാരത്തിന് നോമ്പിന്റെയും കൂടെ മുപ്പര് വന്നു നിൽക്കുവോ? സാധ്യത ഉണ്ടാ? ഇല്ല. അപ്പൊ പിന്നെ അതന്നെ എന്റെ വിധി. നാളെ ഹക്കും ബാത്തിലും അള്ളാഹു വേർതിരിക്കുമ്പോ ഇത് എവിടെയാ വന്നു നിൽക്കാൻ? അങ്ങനെ ആലിമ്യങ്ങൾ ചോദിക്കാം. ഒരു ദുശ്ശീലം, ഈ ഒരു മുഹറമത്തെ ഞാൻ നിർത്തുകയാണ്. വെറുതെ ലങ്സിന് ക്യാൻസറാണ്, ശരീരത്തിന് ആപത്തുണ്ടാക്കും. അതിന്റെ വാസന കൊണ്ട് നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയോ നമ്മുടെ മക്കളോ പാസീവ് സ്മോക്കേഴ്സാ. നമ്മൾ വെറുതെ ശ്വാസം വിട്ടാലും അവർ ഈ മണം ഇങ്ങനെ മണക്കേണ്ടി വരും, ഈ വലിയുടെ മണം. അവർ പാസീവ് സ്മോക്കേഴ്സാണ്. മറ്റേയാൾ ആക്റ്റീവ് സ്മോക്കറാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ മൂക്ക് പൊത്തേണ്ടി വരും. നാറ്റമാണ്. ഒരു വണ്ടി കയറിയ വണ്ടിന്റെ ഉള്ളിൽ നാറ്റായിരിക്കും. ഒരു റൂമിൽ ചെന്നാൽ ഇവർ നിൽക്കുന്നിടത്ത് നാറ്റായിരിക്കും. എന്തിനു വെറുതെ മനുഷ്യന്മാരെ വെറുപ്പിക്കുന്നു? മനുഷ്യന്മാർക്ക് വെറുക്കുന്നത് മലക്കുകൾക്ക് വെറുപ്പാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നൽ മലായിക തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് ഏതൊക്കെ പ്രയാസമാണോ അത് മലക്കുകൾക്കും പ്രയാസമാണ്. അപ്പൊ ഈ വലിയൊന്നും മലക്കൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനത് നിർത്തുകയാണ് എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് നിർത്താൻ ഒരു നിയ്യത്ത് ചെയ്ത് നിർത്തുന്നു എങ്കിൽ നിങ്ങൾക്ക് ഹിജ്റ ചെയ്ത കൂലിയുണ്ട്. അങ്ങനെ ഹിജ്റ ചെയ്ത കൂലിയുണ്ട്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിരി വെള്ളടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങി വരികയാണ്, സ്റ്റോപ്പ് ചെയ്യുന്നു. മയക്കുമരുന്ന്, അതുപോലെയുള്ള ദുശ്ശീലങ്ങള്, ഡേഞ്ചറസ് ഹാബിറ്റുകൾ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. അത്തരം കൂട്ടുകാരും എനിക്ക് വേണ്ട, അത്തരം സദസ്സുകളും മീറ്റിങ്ങുകളും ഗ്യാങ്ങുകളും ക്ലബ്ബുകളും ഇനി എനിക്ക് വേണ്ട, ആ ഫ്രണ്ട്സിനോടൊപ്പം ഇനി ഞാനില്ല എന്ന് പറഞ്ഞ ഒരാൾ ഒരു തിന്മയെ മാറ്റി നിർത്തിയാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവന്റെ കൂലിയുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറുതല്ല.